മച്ചാനെ അറിയാത്ത ആളുകൾ വിത്തിൻ കുറച്ച് ആൾക്കാരുണ്ടാവുള്ളൂ അല്ലേ. കാരണം ഇപ്പോൾ 5 മില്യൺ സബ്സ്ക്രൈബേഴ്സോളായ നമ്മുടെ M4 മച്ചാൻ 2-3 ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഓക്കെ, ആ വീഡിയോ എന്താ പറയുന്നത്, മറ്റേ ഒരു സാധനം എന്തൊരു കെമിക്കലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മേലേക്ക് പൊട്ടി കറുത്ത സാധനം പൊട്ടി പോകുന്ന സാധനം. ഓക്കെ, ഞാനത് ഇവിടെ ഇട്ട് തരട്ടാ, ഇവിടെ ഇട്ട് തരാം, സ്ക്രീൻ റെക്കോർഡ് ഇട്ട് തരാം. അത് നിങ്ങൾ കാണാം. അത് ഫേക്കാണോ അതോ റിയലാണോ എന്ന് വിശ്വസിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ മിൽക്കിന് പകരം നമ്മൾ വേറൊരു സാധനം വെച്ചിട്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് വെൽക്കം ടു വീഡിയോ. ഇന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ താരം. ഇവൻ പിന്നെ വേറൊരാളും കൂടെ ഉണ്ട്. ഇവൻ ഈസ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. കാണിച്ചെടുത്താം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് നിങ്ങൾ നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ പോയാൽ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇത് എവിടെയോ കേട്ടിട്ടുണ്ടെന്നല്ലോ അല്ലേ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ M4 മച്ചാൻ. എനിക്കറിയാം M4 മച്ചാണ്. ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോ ഇനി വിട്ടതാണെന്ന് എനിക്കറിയില്ല. ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയം വരെ അദ്ദേഹം വീട്ടിട്ടില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സബ്സ്ക്രൈബറും കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഇത് വെച്ചിട്ടൊരു പാലിൽ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, പാലിൽ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇവനിൽ ചെയ്തുവിടാമെന്ന്. അപ്പോൾ ഇവനുമായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ്. ഇതൊരു ചെറിയ ട്വിസ്റ്റ് കൂടി നടക്കുന്നുണ്ട്. അത് എനിക്കിട്ട് ചെറിയൊരു വേറെ എൻ്റെ അനിയൻ പണിതതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് വാ. ഓക്കേ, ഇതിൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ക്ലോസപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും താഴെ എന്തിനാണ് ഒരു സാധനം വെച്ചിട്ടിരുന്നത്. അത് സാധനം വേറെ ഒന്നുമില്ല, നമ്മുടെ ചായപ്പൊടി. അതായത് നമ്മുടെ ഈ പ്രാണികൾ നമ്മുടെ ഈ വിറകൊക്കെ വെക്കുന്ന സമയത്ത് ചെതലടിക്കാൻ വെച്ചിട്ട് ഇടുന്ന പൊടി ഉണ്ടല്ലോ, അതാണ്. അപ്പം നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, ക്ലോസപ്പ് ഇതാക്കിയിട്ട് നമ്മൾ അതിലേക്ക് കുറേ ഏകദേശം പകുതിയോളം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ക്ലോസപ്പിൻ്റെ പകുതിയോളം നമ്മളതിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, നിക്ഷേപിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ഈ കോൾഗേറ്റ് വെച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതായത് നമ്മുടെ ഷോപ്പുകളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ള പല ഇംഗ്ലീഷ് മെഡിക്കൽ ഷോപ്പുകൾ, അതായത് ഇംഗ്ലീഷ് മരുന്നുകൾ വിൽക്കപ്പെടുന്ന ഷോപ്പുകളിൽ പോയിട്ട് നമ്മൾ വാങ്ങി ഒരു സാധനം, നമ്മുടെ ഈ സാധനം, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല സംശയം ഉണ്ടാവും ഇപ്പോൾ ഇവിടെ കിട്ടാന്നുള്ളത്. അത് നമ്മുടെ മെഡിക്കൽ ഷോപ്പിൽ പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മളത് പൊളിച്ച് അതിലേക്ക് എന്ത് ചെയ്യുന്നത്, കുറച്ചിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് കാര്യമില്ല, കുറേ ഇട്ട് കൊടുക്കണമെന്ന്. നമ്മൾ കുറേ ഇട്ട് കൊടുത്ത് ഗായ്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിലേക്ക് രണ്ടും മിക്സ് ചെയ്തു. പക്ഷേ വേറൊരു കാര്യം പറ്റി, നമ്മൾ M4 വെച്ചാൽ പൊന്തി വരുന്ന കാര്യം നമ്മളത് പൊന്തി വരും നമ്മൾ വിചാരിച്ചു. പക്ഷേ പൊന്തിയില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞു. വീണ്ടും ക്യാമറ ഒക്കെ ഓണാക്കി വെച്ചിട്ട്, അതിന് മൊബൈലിൽ ക്യാമറ ഓണാക്കി വെച്ചിട്ട് പിന്നെ 5 മിനിറ്റോളം കാത്തുനിന്ന് വന്നില്ല. ക്യാമറയുടെ മൊബൈലിൻ്റെ സ്റ്റോറേജ് ഫുള്ളായി. പിന്നെ അത് കട്ട് ചെയ്ത് എഡിറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത്. അപ്പോഴൊന്നും ആയിട്ടില്ല, ഏകദേശം 10, 15, 20 മിനിറ്റിൻ്റെ അടുത്തോളം ഒന്നും ആയിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിപ്പോൾ എന്താ പൊന്തിക്കാർ അടുവ് വെച്ചിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ ജസ്റ്റ് ചെറിയ പരിപാടിയായിരുന്നു, ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ ഇളക്കി കൊടുത്ത വീഡിയോ ഒക്കെ അടുത്തതായിട്ട് വരുന്നുണ്ട്, ഒന്ന് മൊത്തമായിട്ടൊന്ന് പോയി കാണാം. ഓക്കെ, അങ്ങനെ നമുക്ക് അവിടുന്ന് തപ്പി കിട്ടിയ കിറക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ M4 മച്ചാൻ പറ്റിച്ചതാണെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 10-15 സെക്കൻഡോളം ജസ്റ്റ് ഇളക്കി കൊടുത്തപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ പൊന്തി വരുന്ന പോലെ തോന്നി. നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും, അത്യാവശ്യം നല്ലത് ഇങ്ങനെ പൊന്തി വരുന്നുണ്ടല്ലോ ഗൈസ്. അങ്ങനെ പൊന്തി വരുന്ന പോലെ തോന്നി. അപ്പോൾ നിങ്ങൾ ചൂടുണ്ടോയെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അത് തോന്നിയിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ ചൂടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ താഴെ വെച്ചിട്ട് വീഡിയോ ചെയ്തത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നീരാവി പോലത്തെ ഒരു സംഗതി നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം നമ്മൾ അടിയിലേക്ക് ഇളക്കി താത്താൻ നോക്കി, പക്ഷേ വീട്ടിലത് പൊന്തി വരികയാണ് ചെയ്യുന്നത്. പിന്നെ അത് ഞാൻ ഇളക്കിയിട്ട് മുകൾക്ക് പൊന്തി വരുന്നൊരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ അടുത്ത് നിങ്ങൾക്ക് ഇട്ട് തരാം. ഓക്കെ, ഒന്ന് കണ്ടു. Drunk and tipsy in the shop, Carl and Curry on the house, vibing with the
നാട്ടു പാമ്പ് ട്രിപ്പിംഗ് ഓണ കൊട്ടുപാട്ട് പിന്നെ ഷോപ്പ് ട്രിപ്പിംഗ് പൂന്തൂപ്പ് വൈബിംഗ് വിത്ത് തെങ്ങ് ചില്ലിംഗ് വിത്ത് ചങ്ക് People call me Vara, make me so sad. I was only ഈ മ്യൂസിക്കിൻ്റെ ഉഷാറത്താണ് നമ്മൾ എന്തിട്ട് നമ്മുടെ ക്ലോസപ്പിൻ്റെ ടൂത്ത് പേസ്റ്റ് ഇട്ട് ഓക്കെ. അപ്പോൾ അത് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, നന്നായിട്ടൊന്ന് ഇളക്കിയപ്പോൾ ഒന്നും സംഭവിച്ചില്ല ഗൈസ്, തുള്ളി പോലും മേലക്ക് പൊന്തില്ല. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റിൻ്റെ അളവ് പക്ക കുറവായിരുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് അതിലേക്ക് കുറച്ച് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഇതിലേക്ക് ഇട്ട പേസ്റ്റാണ് കൂടിപ്പോയത്, നമ്മുടെ പൊട്ടാസ്യം പെർമാഗ്നേറ്റ് പറ്റ കുറഞ്ഞു പോയെന്ന്. അപ്പോൾ നന്നായിട്ട് അങ്ങോട്ട് കാച്ചി ഇളക്കി കൊടുത്ത് അപ്പോൾ അത് കണ്ട ഒരു പൊന്തലാണ്ട് പൊന്തി. പിന്നെ മുകളിൽ പോയിട്ടൊരു നിൽക്കൽ, പിന്നെ എത്ര ഇളക്കിയിട്ട് മേലേക്ക് പൊന്തുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലൂടെ എന്ത് നടക്കുന്നുണ്ട്, എന്ത് പോകുന്നുണ്ട്, നമ്മുടെ കാറ്റ് നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കാറ്റ് വീശുന്നതുകൊണ്ട് അതുവരെ പൊന്തുള്ളൂ, അതിൻ്റെ മുകളിലേക്ക് പൊന്താൻ സാധ്യത കുറവാണ്. കാരണം നമ്മുടെ ഈ താപനില, അതായത് നമ്മുടെ മേലിൽ നിന്ന് ഉയർന്നു വരുന്ന സാധനത്തിൻ്റെ താപനില വീണ്ടും കുറയും. കണ്ടോ, നമ്മൾ വീണ്ടും ഇളക്കി കൊടുത്ത സമയത്ത് പിന്നെ പൊന്തിയിട്ട് അതേ അളവിൽ മുകളിലേക്ക് വരുന്നില്ല. അപ്പോൾ അതിൻ്റെ താപനില കുറയുമ്പോൾ അത് അവിടെ തന്നെ സ്റ്റെക്കാവും. പിന്നെ അടിയിൽ നിന്നുള്ള താപം മൊത്തം പുറത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മളത് അടിക്കൊക്കെ ആക്കിയൊക്കെ സെറ്റാക്കി എൻ്റെ മക്കളെ വേസ്റ്റൊക്കെ അടിക്ക് താത്തി ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് ഹീറ്റ് പോയി. എന്നാലും തൊടാൻ കഴിയില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം ചൂട് സഹിച്ച് ജസ്റ്റ് എന്ത് ചെയ്തു, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടു. അപ്പോൾ മറിച്ചിട്ടപ്പോൾ അതിൻ്റെ ഉള്ള വേസ്റ്റ് മൊത്തം അടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് നമ്മളെ ഈ വീട്ടിലുള്ള പല ഈ വീട്ടിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ നമുക്കറിയില്ല, ചില കടകളിൽ കാണാറുണ്ട്, ഉമിക്കരിയിൽ വെള്ളമാക്കി അതേ ലുക്കിൽ നിൽക്കുന്നുണ്ട് നമ്മുടെ വേസ്റ്റ്. ഇതാണ് നമ്മുടെ പരീക്ഷണത്തിൻ്റെ ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ചൂട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്തപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്, ഇത് അറിയാതെ വീട്ടിൽ ആരും അറിയാതെ നമ്മൾ ചെയ്തതായിരുന്നു. പക്ഷേ അവസാനം വെച്ച് നമ്മളെ പൊക്കി, നമ്മളെ അനിയൻ തന്നെ നമ്മളെ പൊക്കി. ഇതിൽ നമ്മളെ ചതിച്ചാലെങ്കിൽ കാണാൻ പറ്റണില്ലല്ലോ, എപ്പോൾ കാണിച്ചാലും ചെറിയൊരു ആരോ മാർക്കിട്ട് കാണിച്ചു കേട്ടോ, അവിടേക്ക് തന്നെ ശ്രദ്ധിച്ച് നോക്ക്. സോ ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പോൾ ഇത് കാണുന്ന ബെൽ ബട്ടണും കൂടി അമർത്തില്ലോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക്, എല്ലാ ദിവസവും പറയുന്ന പോലെ വീണ്ടും പറയാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, അത് അവിടെ തിരുമ്പാണ്. അങ്ങനെ ഇവിടെ ഫോൺമ കളിക്കുന്നുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കിട്ട് 12 മണി അവിടെ ഫോൺമ കളിച്ചിരിക്കുകയാണ്. എനിക്കുള്ള ഭാരം നമ്മൾ അടുത്ത വീഡിയോ എനിക്ക് കൊടുക്കുന്നത് നമ്മൾ കൊടുക്കും, തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുക എനിക്കുള്ള പണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് കാണാമെന്ന പ്രതീക്ഷയോടെ സൈനിങ്.